ഹായ് ഓൾ, എൻ്റെ പേര് അഖിൽ ദേവ്. വെൽക്കം ബാക്ക് ടു മൈ മലയാളം പൈത്തൺ ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൈത്തൺ ഓപ്പറേറ്റേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണ് പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്, ദെൻ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഇത്രയാണ് പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് നോക്കാം. ഞാനിതിൽ തന്നെ ആദ്യം പറയുന്നത് അഡിഷൻ ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ മാത്സിൽ പ്ലസ് ഓപ്പറേറ്റർ, ഇതാണ് അഡിഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനൊരു വേരിയബിൾ നെയിം a = 90 കൊടുത്തു, എക്സിക്യൂട്ട് ചെയ്തു. b = 43 റൺ ചെയ്തു. ദെൻ ഇത് രണ്ടും ആഡ് ചെയ്യാൻ പോവാണ്. set = a + b കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്തു. ഇനി നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഔട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് കൊടുക്കണം അല്ലേ. പ്രിൻ്റ് സെറ്റ് കൊടുക്കണം. കൃത്യമായിട്ട് ഇത് രണ്ടും ആഡ് ചെയ്ത് എനിക്ക് ആൻസർ കിട്ടി. ഓക്കെ, വളരെ സിമ്പിളാണ് അഡീഷൻ ഓപ്പറേഷൻ. ഇനി ഇതേ നമ്പേഴ്സ് എനിക്ക് സബ്ട്രാക്ട് ചെയ്യണം. അതെനിക്ക് യൂസ് ചെയ്യുന്നതാണ് മൈനസ്, അല്ലെങ്കിൽ എന്താണ്, ജസ്റ്റ് സബ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. അപ്പോൾ എ ഞാൻ ഓൾറെഡി റൺ ചെയ്തിട്ടുണ്ട്, b 43 റൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇവിടെ ഓപ്പറേറ്റർ ഞാനൊന്ന് ചേഞ്ച് ചെയ്യാണ്. മൈനസ് കൊടുത്തു, ജസ്റ്റ് റൺ ചെയ്തു. നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. 90 - 43 അറിയാം, 47 അല്ലേ. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷനാണ് ചെറിയ ചേഞ്ച് ഉള്ളത്. അതിൻ്റെ ഓപ്പറേറ്റർ വരുന്നത് സ്റ്റാർ ആണ്. ഓക്കെ, ഇൻറ്റു. അപ്പോൾ ഞാൻ എഗെയിൻ 90 × 43 ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഓപ്പറേറ്റർ മാറ്റുകയാണ്, ഇൻറ്റു അല്ലെങ്കിൽ സ്റ്റാർ കൊടുത്തു. ഞാൻ റൺ ചെയ്തു, ദെൻ പ്രിൻ്റ് ചെയ്യാണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾ. ഇത് ശരിയാണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 3870 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ഡിവിഷൻ നമുക്കറിയാം, ജസ്റ്റ് നമ്മൾ ചെയ്താണ് സ്ലാഷ് തന്നെയാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ വരുന്നത്. 90 / 43 ആണ് എനിക്ക് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്, 90 / 43 ആണ് എനിക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്താണ്, a/b കൊടുത്തു. ഇതിലെന്താണ് പ്രിൻ്റ്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം ആദ്യം. ദെൻ ജസ്റ്റ് ഞാൻ പ്രിൻ്റ് എടുത്ത് നോക്കുകയാണ്. നിങ്ങൾക്കറിയാം 90 / 43 ചെയ്താൽ 2.09 ആണ് ആൻസർ. ഓക്കെ, ഇനി എനിക്കതല്ല, ഇവിടെ ഡെസിമൽ പോയിൻ്റ് വാല്യൂസ് വേണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് എത്ര തവണ 90-ൽ 43 പോകുമെന്ന് മനസ്സിലാവണം. അത് നമുക്കറിയാം, നോക്കാതെ തന്നെ അറിയാം അല്ലേ. 2 ടൈംസ് ആണ് കൃത്യമായിട്ട് പോവുക. അതായത് ബാക്കിയുള്ളത് എന്താണ്, ഡെസിമൽ പോയിൻ്റ് വാല്യൂസ് അതുകൂടി കൂടിയുള്ള ആൻസറാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ടെന്ന് വിചാരിക്കുക. ഡെസിമൽ പോയിൻ്റ് വാല്യൂ വേണ്ടെങ്കിൽ 90 / 43 ചെയ്തിട്ട് കറക്റ്റ് പോകുന്ന വാല്യൂ കിട്ടണമെങ്കിൽ ഞാൻ ഡബിൾ സ്ലാഷ് കൊടുക്കും. ഇതിന് പറയുന്നതാണ് ഫ്ലോർ ഡിവിഷൻ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഓപ്പറേറ്റർ ഡബിൾ സ്ലാഷ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്നാണ് റൺ ചെയ്യാണ്, a/b അല്ലെങ്കിൽ ഫ്ലോർ ഡിവിഷൻ b കൊടുക്കുകയാണ്. നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. 2 ആണ് കിട്ടിയത്. അത് കറക്റ്റായിട്ട് 2 തവണ മാത്രമേ 90-ൽ 43 പോവുള്ളൂ. ആ ആൻസർ അവിടെ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇപ്പം a/b ചെയ്തു, നമുക്കതിൻ്റെ റിമൈൻഡർ കിട്ടണം, ശിഷ്ടം കിട്ടണം. ഓക്കെ, അത് കൃത്യമായിട്ട് തരുന്ന ഒരു ഓപ്പറേറ്ററാണ് മോഡുലസ്. നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഓപ്പറേറ്റർ ചേഞ്ച് ചെയ്യാണ്, മോഡുലസ് ചെയ്തു, റൺ ചെയ്തു. ദെൻ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കറിയാം 4 ആണ് ഇതിൻ്റെ റിമൈൻഡർ. അതായത് 90 / 43 ചെയ്താൽ 2 ടൈംസ് അല്ലേ 43 86 കിട്ടും. ബാക്കി 4 റിമൈൻഡർ ആയിട്ട് അവിടെ കിടക്കും. അതാണ് നമുക്കിവിടെ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്കുള്ള ഒരു ഓപ്പറേറ്ററാണ് ഡബിൾ സ്റ്റാർ. നമ്മൾ പറയുന്നത് എക്സ്പോണൻഷ്യേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ a/b കാണും. അപ്പോൾ ഞാനിപ്പോൾ a-ൻ്റെ വാല്യൂ 2 ആണ്, ദെൻ b-ൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്യാം.
ഞാൻ എ റൺ ചെയ്തു, ബി റൺ ചെയ്തു. ദെൻ ഇവിടെ എന്താണ് ഓപ്പറേറ്റർ ചേഞ്ച് ചെയ്യാണ്. ഡബിൾ സ്റ്റാർ അല്ലെങ്കിൽ എ റൈസ്ഡ് ബി എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വാല്യൂ ഇവിടെ 2 ആണ് അല്ലേ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് 5 ടൈംസ്. 2 ഇൻറ്റു 2 4 ആണ്. 4 ഇൻറ്റു 2 8 ഇൻറ്റു 2 16 ഇൻറ്റു 2 32 നമുക്ക് കിട്ടണം. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഞാൻ ജസ്റ്റ് ഇത് റൺ ചെയ്തു. ഇനി പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഓക്കെ, ഇതെന്താണ് 32, അതായത് എ റൈസ് ബി. ഇങ്ങനെ എത്ര വലിയ ലാർജ് വാല്യൂസ് നമുക്ക് എന്താണ് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തു ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നോക്കാം. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രണ്ട് എക്സ്പ്രഷൻസ് ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഓപ്പറേറ്റേഴ്സാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് ഞാൻ രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ എ ഈക്വൽ ടു 12 കൊടുത്തു, എക്സിക്യൂട്ട് ചെയ്തു. ദെൻ ബി ഈക്വൽ ടു 19 കൊടുത്തു, എക്സിക്യൂട്ട് ചെയ്തു. ദെൻ ഞാൻ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് ഈക്വൽ ടു ആണ് ഫസ്റ്റ് ഓപ്പറേഷൻ. അത് ഈ രണ്ട് വാല്യൂ ഈക്വൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എ ഈക്വൽ ടു ബി എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് 1 ഈക്വൽ അല്ലെങ്കിൽ ഓപ്പറേറ്റർ കൊടുത്താൽ പോരാ, ഡബിൾ ഈക്വൽ കൊടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജസ്റ്റ് സിംഗിൾ ഈക്വൽ ആണ് കൊടുക്കുന്നതെങ്കിൽ അതൊരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ ബി എയിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്ററാണ്. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്, വേരിയബിൾ പറഞ്ഞ ആ ടൈമിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഇനി പഠിക്കാനുമുണ്ട്. അപ്പോൾ ഇത് ഡബിൾ ഈക്വൽ ആയാൽ മാത്രമാണ് ഈക്വൽ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തണിൽ ഡബിൾ ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ എയും ബിയും ഈക്വൽ ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് പ്രിൻ്റ് എ ഈക്വൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു ബി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം ഫാൾസ് ആണ് റിസൾട്ട് വന്നത്. നമുക്ക് നോക്കാം, 12ഉം 19 ആണോ അല്ലേ, രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്, ഒരിക്കലും ഈക്വൽ അല്ല. സോ അതിൻ്റെ റിസൾട്ട് എന്താണ്, ഒരു ബൂലിയൻ ആണ്, ബൂലിയൻ വാല്യൂ ആണ് ഔട്ട് വന്നിട്ടുള്ളത്, അത് ഫാൾസ് ആണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് എന്താണ്, എ നോട്ട് ഈക്വൽ ടു ബി, അതാണ് നെക്സ്റ്റ് ഒരു ഓപ്പറേറ്റർ ആണ്. അപ്പോൾ നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് എ നോട്ട് ഈക്വൽ ടു ബി. നോട്ട് ഈക്വൽ ടു ബി എന്നുള്ളതിൻ്റെ ആ ഒരു ഓപ്പറേറ്ററാണ് എക്സ്ക്ലമേഷൻ മാർക്കും അതുപോലെ തന്നെ എന്താണ് ഈക്വൽ ടു. എ നോട്ട് ഈക്വൽ ടു ബി എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അത് നോട്ട് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് വരണം, നമുക്കറിയാം ഇത് നോട്ട് ഈക്വൽ ടു ആണ് അല്ലേ. അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്ത് വരണം, ട്രൂ പ്രിൻ്റ് ചെയ്ത് വരണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്താണ് ട്രൂ ആണ് വന്നിട്ടുള്ളത് അല്ലേ. കാരണം എ ഈക്വൽ 12ഉം ബി ഈക്വൽ 19 ആണ്. എ നോട്ട് ഈക്വൽ ടു ബി തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് എ ഗ്രേറ്റർ ദാൻ ബി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വാല്യൂ നോക്കുക, എ ഗ്രേറ്റർ ആണോ ലെസ് ആണോ നമുക്ക് ജസ്റ്റ് നോക്കാം അല്ലേ. ഇവിടെ എന്താണ് വാല്യൂ, എ 12 ആണ്, ബി 19 ആണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി കൊടുത്താൽ എന്ത് വരും, നമുക്ക് ഫാൾസ് പ്രിൻ്റ് ചെയ്ത് വരണം അല്ലേ. എ ചെറുതാണ്, ഗ്രേറ്റർ ദാൻ അല്ല, ബിനേക്കാൾ ചെറുതാണ്. നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്ത് നോക്കുകയാണ്. യെസ്, എ ലെസ് ദാൻ ബി ആണ്, അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞ ആ ഒരു എന്താണ് കമ്പാരിസൺ അല്ലെങ്കിൽ തെറ്റാണ് അല്ലെ. കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എ ഗ്രേറ്റർ ദാൻ ബി അല്ല, അതൊരു ഫാൾസ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം എ ലെസ് ദാൻ ബി ആണ്. എന്നാൽ നമുക്കൊന്ന് നോക്കാം ആൻസർ. എ ലെസ് ദാൻ ബി അല്ലേ, 12 ആണ്, 19നേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇവിടെ എന്ത് പ്രിൻ്റ് വരണം, ട്രൂ വരണം. നമുക്ക് നോക്കാം. യെസ്, എ ലെസ് ദാൻ ബി എന്ന് ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ട്രൂ ആൻസർ കിട്ടി. ഇനി നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, അതായത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എ ബിനേക്കാൾ വലുതായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഈക്വൽ ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എന്ത് ചെയ്യും, ട്രൂ പ്രിൻ്റ് ചെയ്യും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും അല്ലേ, എ ലെസ് ദാൻ ആണ്, ഈക്വലും അല്ല അല്ലേ. ലെസ് ദാൻ ആണെന്ന് പറഞ്ഞാൽ തന്നെ ഈക്വൽ അല്ല. നമുക്ക് റൺ ചെയ്ത് നോക്കാം, ഫാൾസ് ആണ്. അതായത് എ ഗ്രേറ്റർ ദാനും അല്ല, ഈക്വൽ ടു അല്ല ബിനോട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നേരെ തിരിച്ച് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ചെയ്ത് നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്
ട്രൂ. അതായത് ഒന്നുകിൽ എ ലെസ് ദാൻ ആയിരിക്കണം, അല്ലെങ്കിൽ ബിനോട് ഈക്വൽ ടു ആയിരിക്കണം. ഇവിടെ എന്താണ്? ലെസ് ദാൻ ബി ആണ്, എ ലെസ് ദാൻ ബി ആണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ തന്നെ നമുക്ക് എന്താണ്? അവിടെ ഔട്ട്പുട്ട് ട്രൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് നോക്കാം. ഈക്വൽ ടു അതിൻ്റെ ഓപ്പറേറ്റർ. അപ്പോൾ ഇതിൽ ഞാൻ എ ഈസ് ഈക്വൽ ടു 12 എന്ന് കൊടുത്തു. എന്താണ് ഇതിൻ്റെ മീനിങ്? നമ്മൾ നേരത്തെ വേരിയബിൾ നെയിം പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 12 എന്ന വാല്യൂ എ എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ എ പ്ലസ് ഈസ് ഈക്വൽ ടു ഞാനൊരു 5 കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താണ്? ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 5. അതായത് എയുടെ നിലവിലെ വാല്യൂ 12 ആണ്. ഇനി എയുടെ വാല്യൂ എന്തായിരിക്കും? എ പ്ലസ് 5, അതായത് 12 പ്ലസ് 5 17 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ദെൻ നമുക്ക് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ 17 ആണ് അത് കാണിക്കുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ഓപ്പറേഷൻ ചെയ്യാം. നെക്സ്റ്റ് സബ്ട്രാക്ഷൻ ചെയ്യുന്നതാണ്. എ മൈനസ് ഈക്വൽ ടു 5. മീനിങ് എന്താണ്? എയുടെ വാല്യൂ എ മൈനസ് 5 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ 12 ആണ്, 12 മൈനസ് 5 7 ആയിട്ട് മാറും. ചെയ്തു നോക്കാം. യെസ് 7. ഇനി എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എ സ്റ്റാർ ഇസ് ഈക്വൽ ടു 5. അതായത് എയുടെ വാല്യൂ എ ഇൻറ്റു 5 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം നിലവിൽ 12 ആണ്, 12 ഇൻറ്റു 5 എത്ര കിട്ടും? 60 കിട്ടണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? എ സ്ലാഷ് ഈക്വൽ ടു 5, അല്ലെങ്കിൽ ഡിവിഷൻ. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? എ ഡിവൈഡ് ബൈ 5 ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. 12 ആണ്, 12 ബൈ 5 2 പോയിന്റ് സംതിങ് കിട്ടും. 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 2.4 ആണ് അതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് ഫ്ലോർ ഡിവിഷൻ നമുക്കറിയാം, ഡബിൾ സ്ലാഷ് ആണ്. പേൻ്റെ വാല്യൂ എന്ത് ചെയ്യും? /5. അതായത് എന്താണ് ഇവിടെ ഡെസിമൽ വാല്യൂ ഉള്ളത് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. 2 കിട്ടി അല്ലേ? പിന്നെന്താണ്? മോഡുലസിൻ്റെ അല്ലേ? മോഡുലസ് ഞാൻ കൊടുത്തു. എ മോഡുലസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ? നമുക്ക് മോഡുലസ് ആണ് എ ഈസ് ഈക്വൽ ടു എ മോഡുലസ് 5. അപ്പോൾ ഒന്നുമില്ല, 12/5 ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ കിട്ടണം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. 12/5 ചെയ്താൽ 2 ടൈം അല്ലേ? 2 ഇൻറ്റു 5 10 ആണ്. പിന്നെ റിമൈൻഡർ 2 ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് എന്താണ്? എക്സ്പെൻഷ്യേഷൻ. നമുക്ക് നോക്കാം. ഡബിൾ സ്റ്റാർ ഈക്വൽ ടു 5 അല്ലേ? മീനിങ് എന്താണ്? എ ഡബിൾ സ്റ്റാർ 5 അല്ലെങ്കിൽ എ റൈസ് ടു 5 എന്നാണ് അതിൻ്റെ മീനിങ്. 12 റൈസ് ടു 5. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പൈത്തൺ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏതൊക്കെ ടൈപ്പാണുള്ളത്. ഫസ്റ്റ് ഉള്ളത് ആൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ആൻഡ് ഓപ്പറേറ്ററിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ 2 കണ്ടീഷൻ എ ഈസ് ഈക്വൽ ടു 25 എന്നൊരു വാല്യൂ കൊടുത്തു. ദെൻ ബി ഈസ് ഈക്വൽ ടു 45 എന്ന വാല്യൂ കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒരു കണ്ടീഷൻസിനെ കമ്പൈൻ ചെയ്യാണ്. ഇവിടെ എ ഗ്രേറ്റർ ദാൻ 30 കൊടുത്തു. ആൻഡ് അതാണ് ഓപ്പറേറ്റർ. ബിയുടെ വാല്യൂ ഓൾസോ ഗ്രേറ്റർ ദാൻ 30 തന്നെ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ 35 കൊടുക്കാം. അപ്പോൾ 2, അതായത് എയുടെ വാല്യൂ 30 ഗ്രേറ്റർ ദാൻ 30 ആണോ, അതുപോലെ തന്നെ എന്താണ് ബിയുടെ വാല്യൂ 35നേക്കാൾ വലുതാണോ. അപ്പോൾ ഇത് നമുക്കറിയാം എയുടെ വാല്യൂ ലെസ് ദാൻ 30 ആണ്. എന്നുവെച്ചാൽ ഈ ഒരു കണ്ടീഷൻ തെറ്റാണ് അല്ലേ? ഫാൾസ് ആണ്. ബി ഗ്രേറ്റർ ദാൻ 35 ആണ് അല്ലേ? 45 എന്ന് പറഞ്ഞാൽ 35നേക്കാൾ മുകളിലാണ്. അപ്പോൾ ആൻഡിൻ്റെ ഓപ്പറേഷൻ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് വാല്യൂ ട്രൂ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഈ 2 കണ്ടീഷൻസ് എന്തായിരിക്കണം? ട്രൂ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് ഫാൾസ് ആണ്. ഓക്കെ, അപ്പോൾ ആൻഡ് ട്രൂ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ 2 കണ്ടീഷൻസ് എന്താണ്? ട്രൂ ആയിരിക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഫോൾസ് ആണ്. കാരണം എന്താണ്? ഈ കണ്ടീഷൻ തെറ്റാണ്. ഇനി നമുക്കിതൊന്ന്
അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ 20 കൊടുത്തു നോക്കാം. നമുക്കറിയാം നമ്മളുടെ വാല്യൂ എ സിക്കൽ 25 ആണ്. എന്താണ് കണ്ടീഷൻ? എ ഗ്രേറ്റർ ദാൻ 20 ആണ് ഇവിടെ പറയുന്നത്. യെസ്, എ ഗ്രേറ്റർ ദാൻ 20 ആണ്. ബി ഓൾസോ ഗ്രേറ്റർ ദാൻ 35 ആണ് അല്ലേ? 45 എന്ന് പറഞ്ഞാൽ 35ന് മുകളിലാണ്. ഇപ്പോൾ എന്ത് ചെയ്ത്? രണ്ട് കണ്ടീഷൻ ട്രൂ ആയി. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്, രണ്ടും ട്രൂ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇതാണ് ആൻഡിൻ്റെ ഒരു ഓപ്പറേഷൻ. അതായത് ഔട്ട്പുട്ടിൽ രണ്ടും എപ്പോഴും എന്താണ്? ട്രൂ ആയിരിക്കും. അല്ല, കണ്ടീഷനിൽ രണ്ടും എപ്പോഴും എന്താണ്? ട്രൂ ആയിരിക്കണം. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് കിട്ടും? നമുക്ക് ട്രൂ റിസൾട്ട് കിട്ടും. ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ അതെന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഓർ ഓപ്പറേറ്ററാണ് നോക്കേണ്ടത്. ഓറിൻ്റെ പ്രത്യേകത, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ട്രൂ ആയിരിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ്. ഇപ്പോൾ ഇതിൽ നമുക്കറിയാം രണ്ട് കണ്ടീഷനും എന്താണ്? ട്രൂ ആണ്. എ ഗ്രേറ്റർ ദാൻ 25 ഓക്കെ ആണ് അല്ലേ? എ ഗ്രേറ്റർ ദാൻ 20 ആണ്, വാല്യൂ 25 ആണ്. ബി ഗ്രേറ്റർ ദാൻ 35, വാല്യൂ എന്താണ്? 45 ആണ്. രണ്ട് കണ്ടീഷൻ ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ എന്താണ് അപ്പോൾ ഓർ എന്ത് ചെയ്യും? ട്രൂ ആയിട്ടും റിസൾട്ട് കിട്ടും. ഇനി ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റായി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 30 കൊടുത്തു. നമുക്കറിയാം 25 ആണ് എയുടെ വാല്യൂ. എ ഗ്രേറ്റർ ദാൻ 30 കൊടുത്താൽ അതെന്താണ്? ഫാൾസ് ആണ്. അപ്പോൾ ഒന്ന് ഫാൾസായി, ദെൻ ബി ഗ്രേറ്റർ ദാൻ 35 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് നോക്കാം. അപ്പോഴും ട്രൂ ആണ്. എന്ന് വെച്ചാൽ ഓർ ഓപ്പറേറ്റർ വർക്ക് ചെയ്യാൻ എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി. ഇവിടെ ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ 30 ഫാൾസ് ആണ്, ബി ഗ്രേറ്റർ ദാൻ 35 ട്രൂ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും? ട്രൂ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓർ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് പറയുന്നത് എന്താണ്? നോട്ട് ഓപ്പറേറ്റർ. അപ്പോൾ നോട്ട് ഞാൻ ജസ്റ്റ് ഒരു നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുകയാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് പ്രിൻ്റ് എ ഗ്രേറ്റർ ദാൻ 45 കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കറിയാം എന്തായിരിക്കും? ഫോൾസ് ആണ് അല്ലേ? ഓൾറെഡി നമുക്കറിയാം എയുടെ വാല്യൂ 25 ആണ്, ഗ്രേറ്റർ ദാൻ 45 കൊടുത്താൽ ഫോൾസ് ആണ്. ഇനി അതിൽ നോട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. നോട്ട് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓപ്പറേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ, പ്രിൻ്റ് നോട്ട് കൊടുത്തു, അതിനുശേഷം എന്താണ്? എ ഗ്രേറ്റർ ദാൻ 45 കൊടുത്തു. ഇവിടെ എന്താണോ റിസൾട്ട് അതിനെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കും നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ. നമുക്ക് നോക്കാം. ട്രൂ, അതായത് നമ്മളുടെ എന്താണോ കണ്ടീഷൻ, ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ 45 ആണ് നോർമലെങ്കിൽ, അപ്പോൾ എന്താണ്? നമുക്കറിയാം എ ഗ്രേറ്റർ ദാൻ 45 അല്ല അല്ലേ? കാരണം 25 ആണ് വാല്യൂ. അത് എ ലെസ് ദാൻ 45 ആണ്. അതൊരു ഫാൾസ് ആണ് അതിൻ്റെ ഔട്ട്പുട്ട് വരിക. പക്ഷേ നോട്ട് ഞാൻ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് ചെയ്യും. അതായത് ഓപ്പോസിറ്റ് ആയിരിക്കും റിസൾട്ട് ഉണ്ടാവുക. നോട്ട് ഓഫ് എന്താണ്? എ ഗ്രേറ്റർ ദാൻ 45 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ട്രൂ ആണ്. നമുക്ക് പ്രിൻ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പൈത്തണിലെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് രണ്ട് ഒബ്ജക്റ്റിലെ മെമ്മറി ലൊക്കേഷൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ എക്സ് ഈസ് ഈക്വൽ ടു ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. 1 2 3. ഓക്കെ, ദെൻ ഞാൻ വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു. എന്നുവെച്ചാൽ എക്സിൻ്റെ വാല്യൂ ഞാൻ വൈയിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. എന്ന് പറഞ്ഞാൽ വൈയും എക്സും ഇപ്പോൾ എന്താണ്? സെയിം ഒബ്ജക്റ്റ് ആണ്. ഇനി സെഡ് ഈസ് ഈക്വൽ ടു, ഞാൻ അടുത്തൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സെയിം വാല്യൂസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. എക്സിലെയും വൈയിലെയും സെഡിലെയും എന്താണ്? വാല്യൂസ് സെയിം ആണ്, പക്ഷേ ഡിഫറെൻറ്റ് ഓബ്ജക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഞാനിതിൽ ഒരു ഓപ്പറേറ്റർ, അതായത് ഇതിൽ രണ്ട് ഓപ്പറേറ്ററുള്ള ഈസ് നോട്ട്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എക്സ് ഈസ് വൈ എന്ന് കൊടുക്കുകയാണ്. എക്സ് വൈ എന്താണ്? സെയിം ഒബ്ജക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ സെയിം ആണോ? യെസ്, ട്രൂ ആണ്. എക്സും വൈ എന്താണ്? സെയിം ഒബ്ജക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മെമ്മറി ലൊക്കേഷൻസ് എന്താണ്? സെയിം ആണ്. ഇനി ഇതേ സംഭവം എക്സ് ഈസ് സെഡ് കൊടുത്ത് നോക്കുക. എക്സിൻ്റെയും സെഡിൻ്റെ മെമ്മറി ലൊക്കേഷൻസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണെന്ന് ഫാൾസ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു രീതിയിൽ, അതായത് പ്രിൻ്റ്
എക്സ് ഈക്വൽ ടു സെഡ് ആണോ, അതായത് എക്സും സെഡും ഈക്വൽ ആണോ, അല്ലെങ്കിൽ യെസ് എക്സും സെഡും എന്താണ് വാല്യൂ സെയിം ആണ്, പക്ഷേ എന്താണ് ഓബ്ജക്റ്റ് ഡിഫറെൻ്റ് ആണ്. ഇത് തന്നെയാണ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ഇനി ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ട്. പ്രിൻ്റ് എക്സ് ഈസ് നോട്ട് സെഡ്. എക്സും സെഡും എന്താണ് സെയിം ഒബ്ജക്റ്റ് അല്ല, അല്ലെങ്കിൽ സെയിം മെമ്മറി ലൊക്കേഷൻ അല്ല. അതുകൊണ്ട് എന്താണ് അത് ട്രൂ ആണ്. ഈസ് നോട്ട് എന്നാണ് കൊടുത്തത്, അതുകൊണ്ട് എന്താണ് ട്രൂ അല്ല എന്നുള്ള മീൻസ് എക്സും സെഡും സെയിം മെമ്മറി ഒബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് ട്രൂ ഔട്ട്പുട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിൽ നോക്കിയത്. മനസ്സിലായി തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു വാല്യൂ ഒരു സീക്വൻസിലെ മെമ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു ഞാനൊരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാണ്, ഡാറ്റ സ്പാർക്ക്. ഓക്കെ, റൺ ചെയ്തു. ഇനി ജസ്റ്റ് ഇത് ഏതെങ്കിലും ഒരു വാല്യൂ, ഞാനിപ്പോൾ പ്രിൻ്റ് ഇതിലെ ഡി, ഓക്കെ ഡി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡി ഡാറ്റ സ്പാർക്കിൽ ഒരു മെമ്പർ ആണോ എന്നുള്ളതാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് ജസ്റ്റ് കൊടുക്കുകയാണ് ഡി ഇൻ എ കൊടുക്കുകയാണ്. അതായത് ഡി എയിലെ, അതായത് എ എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്പാർക്ക്, ഡി എയിലെ ഒരു മെമ്പർ ആണോ ചെക്ക് ചെയ്യണം. അതായത് പ്രിൻ്റ് ഡി ഇൻ എ. ഓക്കെ, അപ്പോൾ എന്താണ് ട്രൂ ആണ്. നമുക്കറിയാം ഡാറ്റ സ്പാർക്കിൽ ഡി ഒരു മെമ്പറാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താണ് നോട്ട് ഇൻ കൊടുക്കുക. ഓക്കെ, നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരേ സംഭവം തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അപ്പോൾ ഞാനിതിൽ ഡി മാറ്റി ആറ് കൊടുക്കുകയാണ്, ആറല്ല ഇതിലില്ലാത്ത ഇ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ നോട്ട് ഇൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് എ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡാറ്റ സ്പാർക്കിലെ ഒരു മെമ്പർ അല്ല. ഓക്കെ, അതെന്താണ് അതിൻ്റെ ഔട്ട് നമുക്ക് ട്രൂ പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേറ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ റെയറായിട്ട് മാത്രം അല്ലെങ്കിൽ സ്പെസിഫിക് റിക്വയർമെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ആൻഡ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൻഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ എടുക്കുകയാണ്. എ ഈസ് ഈക്വൽ ടു 8 കൊടുത്തു. ഓക്കെ, ദെൻ ബി ഈസ് ഈക്വൽ ടു 10 കൊടുത്തു. ഓക്കെ, ഇതിൽ 8, 10 എന്നൊക്കെ പറയുമ്പോൾ ഈ 8ൽ എല്ലാ ഇൻറ്റിജേഴ്സും എന്താണ് ഒരു ബൈനറി വാല്യൂ ഉണ്ട്. അപ്പോൾ 8ന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ബൈനറി വാല്യൂ ആണ് 1000 ഇതിൽ. ആൻഡ് ഓൾസോ 10ൻ്റെ ബൈനറി വാല്യൂ ആണ് 1010. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ബൈനറി വാല്യൂവിലാണ് എന്ത് ചെയ്യുന്നത് ഈ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഈ 1000 അല്ലെങ്കിൽ ഈ 1010 കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിൽ ഫോർ എക്സാമ്പിൾ ഞാൻ 8ൻ്റെ ആണ് എനിക്ക് ബൈനറി വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ 8/2 ചെയ്യുക. ബൈനറി ആയതുകൊണ്ട് 2 ചെയ്യുക. അപ്പോൾ എന്താണ് 4 നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. റിമൈൻഡർ ഉണ്ടോ? ഇല്ല, 0 ആണ്. ദെൻ ഈ 4/2 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2 ആൻസർ കിട്ടും. റിമൈൻഡർ അഗെയിൻ 0 ആണ്. ദെൻ ഈ 2/2 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. അവിടെ റിമൈൻഡർ എന്താണ്? 0 ആണ്. ഇനി നമുക്കറിയാം 1/2 അല്ലെങ്കിൽ 1ൽ 2 കൃത്യമായിട്ട് പോവില്ല. അതുകൊണ്ട് തന്നെ എന്താണ് 0 കൊടുത്തു. റിമൈൻഡർ എന്താണ്? ആ 1 റിമൈൻഡറായിട്ട് മാറും. അപ്പോൾ ഈ 1 0 0 0 ഇതാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ഞാനിവിടെ പറഞ്ഞിട്ടുള്ള 8ന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ബൈനറി വാല്യൂ. അതുപോലെ തന്നെ 10 നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ആൻസർ എന്താണ്? 1010 ആണ്. ഇനി നമ്മൾ ചെയ്ത് നോക്കുന്നത് ആൻഡ് ഓപ്പറേഷനാണ്. അത് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആ ഓപ്പറേറ്റർ സിമ്പിൾ. ദെൻ എ ആൻഡ് ബി ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് എ ആൻഡ് ബി ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് എന്ത് പറയാനുണ്ട്? നമുക്ക് ആൻഡ് ഓപ്പറേറ്റർ വർക്കിംഗ് കണ്ടീഷൻ പറയണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ആൻഡ് ലോജിക്കൽ
സ്റ്റേറ്റ്മെൻറ്റ് ലോജിക്കൽ ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഓറും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം ആൻഡ് വർക്ക് ചെയ്യുള്ളൂ അല്ലേ. ഇനി ഒന്നൊരു ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബൂലിയൻ വാല്യൂസ്, അതായത് ഇപ്പോൾ രണ്ട് കണ്ടീഷൻ x1 x2, ഇപ്പോൾ കണ്ടീഷൻ 1ഉം 2ലും ഉള്ള, ഇപ്പം ഞാൻ 1ൽ എന്താണ് ഫാൾസും ഫസ്റ്റ് റോയിലാണ് 1ൽ ഫാൾസും അതുപോലെ തന്നെ 2ൽ ഫാൾസും വന്നു. ബൂലിയനിൽ ഫാൾസിന് 0 കൊടുക്കാം, നമുക്ക് ട്രൂവിന് 1 കൊടുക്കാം അല്ലേ, അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് രണ്ടും ഫാൾസ് ആകുമ്പോൾ ഈ ആൻഡ് ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാൾസ് എന്ന് പറയുമ്പോൾ 0, അപ്പോൾ രണ്ടും 0 ആകുമ്പോൾ 0 × 0 എന്താണ് ഫാൾസ് ആണ്, അല്ലെങ്കിൽ 0 ആണ്. ഇനി 0ഉം 1ഉം വരുമ്പോൾ 0 × 1 അഗെയിൻ 0. ഇനി 1 × 0 വരുമ്പോൾ എന്താണ് 0. 1 × 1 അല്ലെങ്കിൽ രണ്ടും ട്രൂ ആകുന്ന കണ്ടീഷനിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടുന്നത് അല്ലെങ്കിൽ ട്രൂ കിട്ടുന്നത്. ഇത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഒന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ് ഓർ ഓപ്പറേറ്റർ ആണെങ്കിൽ എന്താണ് അഡീഷൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് പോലെ. ഇപ്പോൾ നമുക്കറിയാം ഫാൾസ് രണ്ടും വരുമ്പോൾ എന്താണ് 0 + 0 0 ആണ്. ഇനി ഫാൾസ് 0 ആണ്, ട്രൂ 1 ആണ്. 0 + 1 1. ഇനി 1 + 0 1. ഇനി 1 + 1 1. അതായത് 1 + 1 2 എന്നുള്ള കൺസെപ്റ്റല്ല, ബൂലിയൻ ഫോർമുലയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് 1 + 1 എന്ന് പറയുന്നതാണ് 1 ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ നമ്മളുടെ 8 and 10, ഇപ്പോൾ 8ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 0 0 ആണ്, 0 ആണ്. 10 എന്താണ് 1 0 1 0 ആണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ 1 0 0 0, അതായത് 8 1 0 1 0 10. ഇതിൽ ഞാൻ ഫസ്റ്റ് എടുത്താൽ നമുക്കറിയാം ആൻഡ് ഓപ്പറേഷനാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. ട്രൂ കിട്ടും മാത്രമേ 1 കിട്ടും, ബാക്കി എല്ലാ കേസ് 0 ആയിരിക്കും. അതായത് ട്രൂ മീൻസ് 1 1, അതായത് ട്രൂ അതിലെന്താണ് 1 തന്നെയാണ് ഔട്ട്പുട്ട്. ഇനി ഫാൾസ് അല്ലെങ്കിൽ 0 0 എന്ന് പറഞ്ഞാൽ രണ്ട് ഫാൾസ് ആയിട്ടുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫാൾസ് ആൻഡ് ഫാൾസ്. അപ്പോൾ എന്താണ് അവിടെ 0 ആയിരിക്കും ഔട്ട്പുട്ട്. ഇനി 0ഉം 1ഉം, അതായത് ഫാൾസും ട്രൂവും, അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് അഗെയിൻ 0. ഇനി നമുക്കറിയാം രണ്ടും ഫാൾസ് ആകുന്ന കണ്ടീഷൻ തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്, അപ്പോൾ എന്താണ് 0 ആണ്. സോ 1 0 0 0 ഇതായിരിക്കും നമുക്ക് ആൻഡ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കിട്ടിയാലുള്ള ഔട്ട്പുട്ട്. ഇനി ഓർ ആണെങ്കിൽ നോക്കാം, ആദ്യം 8ൻ്റെ വാല്യൂ ദെൻ 10ൻ്റെ വാല്യൂ അല്ലേ. ഇത് രണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1ഉം 1ഉം കിട്ടുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് 1 ആയിരിക്കണം. ഓക്കെ, 0ഉം 0 നമുക്കറിയാം ഏത് കേസിലാണെങ്കിൽ 0 ആണ്. 0ഉം 1ഉം അല്ലേ, 0 അല്ലെങ്കിൽ ഫാൾസ് 0 ആണ്, ട്രൂ എന്ന് പറയുന്നത് 1 ആണ്. 0 + 1 എന്താണ് 1 ആണ്. ഈ അഗെയിൻ 0 0 0 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 0 1 0. ഓക്കെ, ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇത് നമുക്ക് കോഡിലൊന്ന് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ഞാനത് എടുക്കുകയാണ്, എ ആൻഡ് ബി ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് എയും ബിയും ഞാൻ റൺ ചെയ്തു, ദെൻ പ്രിൻ്റ് എ ആൻഡ് ബി ചെയ്തപ്പോൾ എന്താണ് 8 ആണ് കിട്ടുന്നത്. അതായത് ഇത് രണ്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് അതിന് ഇൻറ്റിജർ വാല്യൂ 8 ആണ്. ഇനി നമുക്ക് ഓർ ഓപ്പറേഷൻ നോക്കാം. ഓർ ഓപ്പറേഷൻ എങ്ങനെയാണ്, എ ഓപ്പറേഷൻ സിമ്പിൾ ഇങ്ങനെയാണ്, ബി കൊടുത്തു, അപ്പോൾ എന്താണ് 10 ആയിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈത്തൺ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.